ഈ മലമ്പുഴ കവ റൂട്ടിൽ ഈ ഇമേജ് മേഖലയിൽ നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണുന്ന ഈ വനമേഖലയുടെ അടുത്ത് തന്നെയാണ് ആനയുള്ളത്. പക്ഷേ നമുക്ക് അല്പം പരിമിതിയുണ്ട് ഈ ആനയെ കാണാനായിട്ട്. കാരണം ഇത് ഇടതൂർന്നൊരു വനമാണ്. മഴക്കാലമായതുകൊണ്ട് തന്നെ ഈ ഇലകളൊക്കെ ഇങ്ങനെ വിടർന്നു നിൽക്കുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അതിനുള്ളിലൂടെ ഈ ആനയെ കാണുക എന്നുള്ളത് ദുഷ്കരമാണ്. അവിടേക്കാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥർ കേന്ദ്രീകരിച്ചിട്ടുള്ളത്. അവിടെ വെച്ച് തന്നെ ഒരുപക്ഷെ ആനയെ മയക്കുവെടി വെച്ച് ചികിത്സിക്കാനുള്ളൊരു നീക്കമാണ് വനം വകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. കൂടുതൽ ഉദ്യോഗസ്ഥരൊക്കെ തന്നെ അവിടേക്ക് പോയിട്ടുണ്ട്. അവിടെ ആണ് ഇപ്പോഴും ആന നിൽക്കുന്നത് എന്നുള്ള വിവരങ്ങളാണ് നമുക്ക് ലഭ്യമാകുന്നത്. പക്ഷേ നമുക്ക് ഈ ക്യാമറയിലൂടെയും മറ്റും ആനയെ കാണിക്കുന്നതിന് പല പരിമിതികളും നേരിടുന്നു എന്നുള്ളതാണ് പ്രശ്നം. കാരണം ഇലകൾക്കിടയിലാണ് ഈ P85 ഇപ്പോൾ നിൽക്കുന്നത്. ഏകദേശം ഇവിടെ നിന്ന് അധികം മീറ്ററുകൾ വ്യത്യാസത്തിൽ തന്നെയാണ് ഇപ്പോൾ ആന നിൽക്കുന്നത്. അവിടെ വെച്ച് ആനയെ മയക്കുവെടി വെക്കുകയും അതിനുശേഷം ആനയ്ക്ക് ആവശ്യമായ ചികിത്സ നൽകുമെന്നുള്ളതാണ് വ്യക്തമാകുന്നത്. ആവശ്യമെങ്കിൽ ശസ്ത്രക്രിയ അടക്കമുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള സജ്ജീകരണങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട്. അതനുസരിച്ചാണ് ഇപ്പോൾ വനം വകുപ്പ് നീങ്ങുന്നത്. ഏറ്റവും അവസാന ഒരു ഓപ്ഷൻ എന്നുള്ള നിലയിലാണ് ആനയെ പിടികൂടി മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി ചികിത്സിക്കുക എന്നുള്ളത്. അത് ഒരുപക്ഷെ താരതമ്യേന സാധ്യത കുറവാണ് ഇന്ന്. കാരണം ഇന്ന് പ്രധാനമായും ലക്ഷ്യം വെക്കുന്നത് ആനയെ മയക്കുവെടി വെക്കുകയും അല്ലെങ്കിൽ ആനയെ ശക്തമായി നിരീക്ഷിച്ചതിന് ശേഷം മയക്കുവെടി വെച്ച് ആവശ്യമായ ചികിത്സ നൽകുക എന്ന് മാത്രമാണ് ഇന്ന് ഉദ്ദേശിക്കുന്നത്. അതിനപ്പുറത്തേക്കുള്ള കൂടുതൽ കാര്യങ്ങൾ ഇന്നുണ്ടാകാനുള്ള സാധ്യത വെച്ച് ആനയെ ചികിത്സിക്കുക എന്നതാണ്. ആവശ്യമെങ്കിൽ മാത്രം ബേസ് ക്യാമ്പിലേക്ക് കൊണ്ടുപോകുമെന്നാണ് നേരത്തെയും അറിയിച്ചിട്ടുള്ളത്. സ്ഥലത്ത് സംഘം എത്തിയിട്ടുണ്ട്. ഡോക്ടർ അരുൺ സഖറിയ നേതൃത്വം നൽകുന്ന വനംവകുപ്പിന്റെ സംഘം ഒപ്പം ചികിത്സയ്ക്ക് വേണ്ട ഉപകരണങ്ങളൊക്കെ സജ്ജീകരിച്ചിട്ടുണ്ട്. കുങ്കിയാനകൾ സ്ഥലത്തുണ്ട്. എലിഫന്റ് ആംബുലൻസ് അടക്കം തയ്യാറാക്കിയിട്ടുണ്ട് എന്നാണ് നമുക്ക് ഇതിൽ ലഭ്യമാകുന്ന വിവരം.